ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിന്ന് വന്നിട്ടുള്ളത് മുരിങ്ങാക്കായും ചക്കക്കുരും മാങ്ങയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണൊരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കറി ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്കൊരു പച്ചമുളക്. എരു മക്കൾക്ക് തീരെ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അത് 2 കീറായിട്ട് ഞാൻ വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ അതാ തോലൊക്കെ ചെത്തിയിട്ട് അത് നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചിരകിയപ്പോൾ കഷ്ണമായിരുന്നു, അതൊരു മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇവ ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട് കേട്ടോ, അതായത് ചെറിയ ജീരകം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളം ഞാൻ ഊറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി, മാങ്ങ, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കട്ടോ. മുളക് പൊടി കുറച്ചിടണ, എരു ഇവിടെ തീരെ പറ്റാത്തത് കൊണ്ട് ഞാൻ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കൂക്കിയപ്പോഴേക്കും ഇത്ര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങാക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പാകാക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചെടുത്ത കറി ഒന്ന് നമുക്ക് കടുക്, കറിവേപ്പില ഇവ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കാം. തൂമിച്ച ഉടനെ തന്നെ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ ആ വറവ് നല്ലൊരു മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനതൊന്ന് മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതിൻ്റെ ഒരു മണം കണ്ടില്ലേ നിങ്ങൾ, എന്താ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നണെച്ചാൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.